ഹലോ വിദ്യാർത്ഥികളെ, സ്വാഗതം. ഈ വിഷയത്തിൽ നമ്മൾ ഹൊറിസോണ്ടൽ പൊസിഷനിൽ 12 മില്ലിമീറ്റർ ഡയാമീറ്ററും 1.6 മില്ലിമീറ്റർ വാൾ തിക്നെസ്സും ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബിലേക്ക് കോപ്പറിന്റെ സിൽവർ ബ്രേസിംഗിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ എക്സസൈസിന് അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. ഹൊറിസോണ്ടൽ പൊസിഷനിൽ ഷീറ്റുകളും ട്യൂബുകളും തയ്യാറാക്കി സജ്ജമാക്കുക. സിൽവർ ബ്രാസിങ്ങിനായി നോസിൽ, ഫ്ലക്സ്, ഫില്ലർ റോഡ് എന്നിവ തിരഞ്ഞെടുക്കുക. ന്യൂട്രൽ ഫ്ലെയിം സെറ്റ് ചെയ്തു ചൂടാക്കി ഫില്ലർ മെറ്റൽ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ ഉണ്ടോ എന്നറിയാൻ ജോബ് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ പൊസിഷനിൽ 12 മില്ലിമീറ്റർ ഡയമീറ്ററും 1.6 മില്ലിമീറ്റർ വാൾ തിക്നെസ്സുമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബിലേക്ക് കോപ്പറിൻ്റെ സിൽവർ ബ്രാസിങ്ങിന് ആവശ്യമായ ഉപകരണങ്ങളെക്കുറിച്ച് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, ബോൾ പിൻ ഹാമർ, ബ്ലേഡുള്ള ഹാക്സോ ഫ്രെയിം, ഹാഫ് റൗണ്ട് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, സുരക്ഷാ വസ്ത്രങ്ങൾ, കയ്യുറകൾ, PPE കിറ്റ്, ഒരു ഫിക്സ്ചർ, നോസിൽ നമ്പർ 0, ഓക്സിജനും അസറ്റിലിൻ സിലിണ്ടറും, വെൽഡിംഗ് ടോർച്ചും, സിലിണ്ടർ കീ, സ്പാർക്ക് ലൈറ്റർ, നോസിൽ ക്ലീനർ. ഇപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ പൊസിഷനിൽ 12 മില്ലിമീറ്റർ ഡയമീറ്ററും 1.6 മില്ലിമീറ്റർ വാൾ തിക്നെസ്സുമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബിലേക്ക് കോപ്പറിൻ്റെ സിൽവർ ബ്രാസിങ്ങിൻ്റെ പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. ഒരു ഹാക്സോയോ ഷിയറിങ്ങോ ഉപയോഗിച്ച് 100 mm × 50 mm × 2 mm അളവിലുള്ള ഒരു കഷ്ണം കോപ്പർ ഷീറ്റ് മുറിക്കുക. 100 മില്ലിമീറ്റർ നീളവും 12.7 മില്ലിമീറ്റർ വ്യാസവും 1.6 മില്ലിമീറ്റർ കട്ടിയുമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബും ഹാക്സോ ഉപയോഗിച്ച് മുറിക്കുക. എമറി ഷീറ്റ് ഉപയോഗിച്ച് പ്ലേറ്റുകളുടെ സർഫസിൽ നിന്നും അരികുകളിൽ നിന്നും ഓക്സൈഡുകൾ വൃത്തിയാക്കുക. സിൽവർ ബ്രാസിംഗ് സർഫസ് പൂർണ്ണമായും ഫയൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എമറി ചെയ്തിരിക്കണം. ജോയിന്റ് ചെയ്യേണ്ട സർഫസിൽ നിന്ന് ഓക്സൈഡുകളും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യുക. 100 മില്ലിമീറ്റർ നീളമുള്ള കോപ്പർ ഷീറ്റിൻ്റെ മധ്യഭാഗത്ത് 100 മില്ലിമീറ്റർ നീളമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബ് തിരശ്ചീനമായി സൂക്ഷിക്കുകയും ജോയിന്റിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. 0 സൈസ് നോസിൽ തിരഞ്ഞെടുക്കുക. ഒരു സോഫ്റ്റ് ന്യൂട്രൽ ഫ്ലെയിം സെറ്റ് ചെയ്യുക. പേസ്റ്റ് രൂപത്തിലുള്ള സിൽവർ ബ്രാസിംഗ് ഫ്ലക്സ് തിരഞ്ഞെടുക്കുക. ജോയിന്റിലും ഫില്ലർ റോഡിലും ഇത് ശരിയായി അപ്ലൈ ചെയ്യുക. $40 മുതൽ 50% വരെ വെള്ളിയും 25 മുതൽ 15% വരെ സിങ്കും അടങ്ങിയ 1.6 മില്ലിമീറ്ററിൻ്റെ സിൽവർ ബ്രാസിംഗ് അലോയ് ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക. ജോയിനിങ് ഏരിയയിൽ ട്യൂബും ഷീറ്റും തുല്യമായി ചൂടാക്കുക. യാതൊരു കുലുക്കവും കൂടാതെ ട്യൂബ് പിടിക്കുകയും ടോർച്ച് ഉപയോഗിച്ച് പ്രീഹീറ്റ് ചെയ്യുകയും ചെയ്യുക. ഒരു സോഫ്റ്റ് ന്യൂട്രൽ ഫ്ലെയിം സെറ്റ് ചെയ്യുക. ജോയിന്റ് ഏരിയയിൽ വെൽഡ് ചെയ്യാൻ സിൽവർ ബ്രാസിംഗ് ഫില്ലർ റോഡ് ഉപയോഗിക്കുക. ജോയിന്റിന്റെ ചെറിയ വിടവിലേക്ക് ഫില്ലർ മെറ്റലിന്റെ ശരിയായ ഉരുകലും ഒഴുക്കും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക. ബേസ് മെറ്റൽ തൃപ്തികരമാകുന്ന രീതിയിൽ നനയ്ക്കണം. ജോയിന്റ് ചെയ്യേണ്ട മെറ്റലുകൾ ശരിയായി നനഞ്ഞിട്ടില്ലെങ്കിൽ ലോഹങ്ങൾക്ക് ആവശ്യമായ ബ്രാസിംഗ് താപനിലയിലേക്ക് ചൂടാക്കിയിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു. ബ്രാസിംഗ് പ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് ബ്ലോ പൈപ്പും ഫില്ലർ റോഡും ജോയിന്റിലൂടെ നീക്കുക. ബ്ലോ പൈപ്പും ഫില്ലർ റോഡും മാനിപ്പുലേറ്റ് ചെയ്ത് മോൾട്ടൺ മെറ്റലിനെ തുല്യമായും എളുപ്പത്തിലും പരക്കാൻ അനുവദിക്കുക. കോപ്പർ പ്ലേറ്റിൻ്റെ ബോട്ടം മെമ്പറിന് കൂടുതൽ ചൂടും
SS ട്യൂബിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറഞ്ഞ ചൂട് നൽകുന്ന തരത്തിൽ എല്ലായ്പ്പോഴും ഫ്ലെയിം കത്തിക്കുക. ബ്രാസെറ്റ് പാർട്സ് വൃത്തിയാക്കുകയും ചൂടുവെള്ളത്തിൽ ഫ്ലക്സ് അവശിഷ്ടങ്ങൾ കഴുകി നീക്കം ചെയ്യുകയും ചെയ്തുകൊണ്ട് നന്നായി ഉണക്കിയെടുക്കുക. സിൽവർ ബ്രാസ് ചെയ്ത ഭാഗങ്ങളുടെ സർഫസ് ഡിഫൻസുകൾ പരിശോധിക്കുക. ഹൊറിസോണ്ടൽ പൊസിഷനിൽ 12 മില്ലിമീറ്റർ വ്യാസവും 1.6 മില്ലിമീറ്റർ വാൾ തിക്നെസ്സുമുള്ള കോപ്പർ മുതൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബ് വരെയുള്ള സിൽവർ ബ്രാസിങ്ങിനായി പിൻപറ്റുകയും പരിശോധിക്കുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. വ്യക്തിഗത സംരക്ഷണ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. സിൽവർ ബ്രാസഡ് സർഫസ് പൂർണ്ണമായും ഫയൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എമറി ചെയ്തിരിക്കണം. ബ്രാസിംഗ് നടക്കുമ്പോൾ വിഷവാതകം ഒഴിവാക്കാൻ റെസ്പിറേറ്റർ ഉപയോഗിക്കുക. കോപ്പർ പ്ലേറ്റിന്റെ ബോട്ടം മെമ്പറിന് കൂടുതൽ താപവും SS ട്യൂബിന്റെ ടോപ്പ് മെമ്പറിന് കുറഞ്ഞ ചൂടും ലഭിക്കുന്ന വിധത്തിൽ എല്ലായ്പ്പോഴും ഫ്ലെയിം കത്തിക്കുക. സിൽവർ ബ്രാസഡ് ഭാഗങ്ങളുടെ പോരായ്മകൾ നമുക്കിപ്പോൾ നോക്കാം. ഇംപ്രോപ്പർ ബീഡ്, porosity, blow holes, bar diffusion, ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് ഹോറിസോണ്ടൽ പൊസിഷനിൽ ഷീറ്റുകളും ട്യൂബുകളും തയ്യാറാക്കി സജ്ജമാക്കുക, സിൽവർ ബ്രേസിംഗിനായി നോസിൽ, ഫ്ലക്സ്, ഫില്ലർ റോഡ് എന്നിവ തിരഞ്ഞെടുക്കുക, ന്യൂട്രൽ ഫ്ലെയിം സെറ്റ് ചെയ്ത് ചൂടാക്കി ഫില്ലർ മെറ്റൽ അപ്ലൈ ചെയ്യുക, എന്തെങ്കിലും സർഫസ് ഡിഫെക്ട്സുകൾ ഉണ്ടോ എന്നറിയാൻ ജോബ് പരിശോധിക്കുക. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.